പോളിംഗ് തുടങ്ങി 1.25 മണിക്കൂറിലേക്കൊക്കെ എത്തുന്നു. ഈ സമയത്തെ പോളിംഗ് പെർസെൻറ്റേജ് 6.76%. ഈ ഒരു ട്രെൻഡിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ശൈലക്ഷ്മി, ഏതായാലും ഈ ആദ്യ മണിക്കൂറിൽ ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ ഇത്രയും വോട്ടർമാർ ഈ ക്യൂവിലേക്കും നീണ്ട നിര പലയിടങ്ങളിലും നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അത് വളരെ ക്രിയാത്മകമായി വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്, ഉപതെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആദ്യ മണിക്കൂറിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 6.76 എന്ന നിലയിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. 1.5 മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഈ കണക്ക് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ പറഞ്ഞതുപോലെ നമുക്ക് 1,94,000-ലധികം വോട്ട് ഉള്ള മണ്ഡലമാണ് പാലക്കാട്. നമുക്കിപ്പോഴും ഇവിടെ ഈ 93-94 ബൂത്ത് നമ്പറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ബൂത്തുകളിലെ ഇപ്പോഴും നീണ്ട നിരയുണ്ട്. സ്ത്രീകളായിട്ടുള്ള വോട്ടർമാർ, പുരുഷ വോട്ടർമാർ എല്ലാവരും ഈ ക്യൂവിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. നേരത്തെ വോട്ട് ചെയ്യാനൊക്കെ എത്തി. നന്നായിട്ടുണ്ട്. ഇവിടെ കുഴപ്പമില്ല. ജോലിക്കൊക്കെ പോകേണ്ടതുണ്ടോ? അതുകൊണ്ടാണോ? ഇല്ല, ജോലിക്ക് പോകേണ്ടതില്ല. നമ്മൾ റിട്ടയർഡായി. അപ്പോൾ ഞങ്ങളിവിടെ സ്ഥലത്തില്ല, വോട്ട് ചെയ്യാനായിട്ട് വന്നതാണ്. തെരഞ്ഞെടുപ്പിന് പ്രചാരണങ്ങളൊക്കെ കണ്ടിരുന്നോ? നല്ല ആവേശം ഉണ്ടായിരുന്നു. യുവ വോട്ടർമാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. സ്ത്രീകളായിട്ടുള്ള വോട്ടർമാരുണ്ട്, പുരുഷന്മാരായിട്ടുള്ള വോട്ടർമാരുണ്ട്, വൃദ്ധരായിട്ടുള്ള ആളുകളൊക്കെയും രാവിലെ തന്നെ സ്ത്രീകളാണ് വിധി എഴുതുന്നത്. സ്ത്രീകൾ തീരുമാനിക്കും. അതെ, നമുക്ക് അതിൽ ഈ വോട്ടിൻ്റെ കണക്കിൽ തന്നെ അങ്ങനെയാണല്ലോ. 1,00,000-ലധികം, ഏതാണ്ട് 1,900,000 വോട്ടുകൾ സ്ത്രീകളുടെ വോട്ടർമാരാണ് പാലക്കാട് ഉള്ളത് എന്നുള്ളത് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഈ ആദ്യ മണിക്കൂറിലെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ട് ശതമാനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏതാണ്ട് 5%-ലധികം സ്ത്രീ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആദ്യ മണിക്കൂറിലെ ഈ 6.76 എന്ന നിലയിലാണ് വോട്ടിംഗ് ശതമാനമുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാർ വളരെ ക്രിയാത്മകമായി തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നു. വലിയ ആവേശം നിറഞ്ഞു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ആവേശമൊക്കെ? തെരഞ്ഞെടുപ്പിൻ്റെ ശ്രദ്ധിച്ചിരുന്നോ ആവേശമൊക്കെ? കുഴപ്പമില്ല. വലിയ ആവേശം തന്നെയാണ് അവർ പറയുന്നത്. അതിൻ്റെയൊക്കെ പ്രതിഫലനം എന്ന നിലയിലാണ് ഈ ക്യൂവും വോട്ടർമാരുടെ ആദ്യ മണിക്കൂറുകളിലെ ക്യൂ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും വരുന്ന മണിക്കൂറുകളിലും ഇത് വോട്ടർമാർ കൂടുതലായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും. 184 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ പാലക്കാട് മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ പറയാൻ കഴിയുക. അതിൽ 7 പ്രശ്നബാധിത വിവാദങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു പാലക്കാട്. സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയത് മുതൽ 3 മുന്നണികളെയും സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയത് മുതൽ നമ്മൾ അത്തരം വിവാദങ്ങളൊക്കെ കണ്ടതാണ്. ഈ വിവാദങ്ങൾ ഒന്നിൽ തുടങ്ങി മറ്റൊന്നിലേക്ക്, അത് ഒന്നും നാഴികൾ നിന്നില്ല എങ്കിൽ കൂടി ഈ പറഞ്ഞ പോലെ ഒരു ഡസനോളം വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമോ? നമ്മൾ ഈ രാവിലത്തെ ഒരു ക്യൂ ഒക്കെ കാണുമ്പോൾ വരും മണിക്കൂറുകളിലും ഇങ്ങനെ തന്നെ ഒരു ട്രെൻഡ് നിലനിന്നാൽ ഈ വിചാരിക്കുന്ന പോലെ ഒരു 80%-ത്തിനേക്കൊക്കെ അടുത്ത്, അല്ലെങ്കിൽ 75-80%-ത്തിനേക്ക് അടുത്തൊക്കെ പോളിംഗ് എത്താനുള്ള സാധ്യതയുണ്ടോ? സേതുലക്ഷ്മി, 2021 75.44 ആയിരുന്നു പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അത് 70% കുറയുകയും ചെയ്തിരുന്നു. പക്ഷേ രണ്ട് വോട്ടിംഗ് പാറ്റേൺ ആണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിലും നല്ല പോളിംഗ് ശതമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നണികളൊക്കെയും പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്രത്തോളം രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്, വലിയ തോതിൽ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പൊക്കെ, അത്തരത്തിലൊക്കെയും വിവിധ വിഷയങ്ങളൊക്കെയും ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെയും ജനങ്ങൾ നോക്കിക്കാണുകയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ നോക്കിക്കൊണ്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ വോട്ട് രേഖപ്പെടുത്താനൊക്കെയായി എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ വലിയ പോളിംഗ് ശതമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ഏതായാലും മുന്നണികളൊക്കെയും വലിയ ശുഭപ്രതീക്ഷയിലാണ് ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ രാവിലെ ജോലിക്കൊക്കെ പോകേണ്ട ആളുകളൊക്കെയാണ് ഈ കൂടുതലായും ഈ സമയത്തേക്ക് എത്തുന്നത്. പിന്നീട് ഈ മറ്റിടങ്ങളിലേക്ക് യാത്ര പോകേണ്ടയുള്ള ആളുകളൊക്കെയും ഈ മണിക്കൂറുകളിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ പാലക്കാടിൻ്റെ ഒരു ചൂട്, വെയിലിൻ്റെ ചൂട് അതികഠിനമായ ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ പകൽ കുറച്ചു നേരം കഴിഞ്ഞാൽ വെയിലിൻ്റെ കാഠിന്യം കൂടുന്നതിന് മുമ്പായി വോട്ട് രേഖപ്പെടുത്താനായി ആളുകൾ വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. നമ്മളോട് ചില വോട്ടർമാർ അത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും വിവിധ വിഷയങ്ങളും വിവിധ ചേരിമാറ്റവും അല്ലെങ്കിൽ രാഷ്ട്രീയ കോളിളക്കങ്ങളൊക്കെ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസമാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ആ വോട്ടിങ്ങിൽ ക്രിയാത്മകമായി പാലക്കാട്ടെ
തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടർമാർ പ്രതികരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. വരുന്ന മണിക്കൂറുകളിൽ അത്തരം നീണ്ട ക്യൂ ഒക്കെയും പലയിടങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുന്നു. വോട്ടിങ്ങിനായി എത്തുന്ന വോട്ടർമാർക്ക് വേണ്ട ക്രമീകരണങ്ങളൊക്കെ പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. പോളിംഗ് ശതമാനം പുതിയ കണക്കനുസരിച്ച് 6.87% ഉയർന്നിട്ടുണ്ട്. അതാണ് സത്യലക്ഷ്മി, ഓരോ മിനിറ്റിലും പോളിംഗിൻ്റെ ഒരു ശതമാനം ഉയർന്നു വരുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. കാര്യം ആളുകൾ ഇതിനോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും ഈ വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ വോട്ടർമാർ ഈ ബൂത്തുകളിലേക്ക് എത്തും. 184 ബൂത്തുകൾ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 184 ബൂത്തുകളാണ് പാലക്കാട് ഉള്ളത്. അതിൽ 7 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അവിടെയൊക്കെയും അധിക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മോക്ക് പോളിംഗ് അടക്കം നടത്തി രാവിലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ്റെ മുഴുവൻ പരിശോധനകൾ നടത്തിയിരുന്നു. ചിലയിടങ്ങളിൽ മാത്രം ചില പ്രശ്നങ്ങൾ പോളിംഗിന് ശേഷം തുടങ്ങിയപ്പോൾ 1-2 ബൂത്തുകളിൽ ഉണ്ടായിരുന്നു. 117 നമ്പർ ബൂത്തിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നു. പക്ഷേ അത് പിന്നീട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വോട്ടെടുപ്പ് സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വോട്ടെടുപ്പിലെ കാഴ്ച നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെയും പ്രതികരണം സ്വാഭാവികമായി ഉണ്ടാകും. രാഷ്ട്രീയ കേരളം ആകെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. നമുക്കിപ്പോൾ ഷാഫി പറമ്പിൽ MP അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരുന്നുവെങ്കിലും അപ്പോൾ ഷാഫി ഓട്ടത്തിലാണല്ലേ? അതെ തുടങ്ങല്ലേ, ബൂത്തുകളിലൊക്കെ ഒന്ന് പോകണ്ടേ. വോട്ട് ചെയ്ത് ഏട്ടാ ഗുഡ് മോർണിംഗ്, ഞാൻ എന്നാ ഇറങ്ങും കേട്ടോ. ഓരോ വോട്ടർമാരെയും കണ്ട് ഷാഫി പറമ്പിൽ UDF-നായി വോട്ട് അഭ്യർത്ഥിക്കുന്നു. ഓരോ വോട്ടർമാരെ നേരിൽ കാണാനായിട്ട് ബൂത്തുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ ഷാഫി പ്രചാരണ കാലയളവിൽ ഉടനീളം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പറഞ്ഞത് തനിക്ക് വേണ്ടി വോട്ട് ചെയ്യൂ, തനിക്ക് വേണ്ടി രാഹുലിന് വോട്ട് ചെയ്യൂ എന്നായിരുന്നു. അതെ അത്തരം അങ്ങനെ തന്നെയാണ് വോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഷാഫി ഈ പ്രചരണത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത്. ഒരു ഇലക്ഷൻ മാനേജർ എന്ന നിലയിൽ തന്നെയാണ് പോയിരുന്നത്. ഇപ്പം ഈ ഷാഫി ഇരട്ട വോട്ടുകൾ വിഷയത്തിലൊക്കെ ഇപ്പോഴും CPM അതിൽ പിടിച്ചിരിക്കുകയാണ്. വലിയ തോതിൽ ഇരട്ട വോട്ട് അവരതിലത്ത് പിടിച്ചു നിൽക്കുകയല്ലല്ലോ വേണ്ടത്. അവരതിനകത്ത് സംഭവിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ്റിനെ കൊണ്ട് ഒരുക്കുകയല്ലേ വേണ്ടിയിരുന്നത്. ഇവിടുത്തെ BLOമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഗവൺമെൻറ്റിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണത്തിലല്ലേ. എന്നിട്ട് അവരെന്താ അത് ചെയ്യാതിരുന്നേ? ഇപ്പോൾ അതിനെപ്പറ്റി ബഹളം ഉണ്ടാക്കി കരയും പറയുകയും ചെയ്യുന്നു. ഞങ്ങൾ ആ വിഷയത്തിൽ ആദ്യം സമരം ചെയ്ത ഞങ്ങളല്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അങ്ങനെ ഒരു ശ്രമം ഇവിടെ BJP നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യം സമരം ചെയ്ത ഞങ്ങളല്ലേ. ഗവൺമെന്റ് സംവിധാനങ്ങൾ വരികയാണെങ്കിൽ അവരെ തടയുമെന്ന നിലയിലാണ്. അപ്പോൾ അവർ വോട്ടർ ലിസ്റ്റിൽ വരുന്ന കാര്യത്തിൽ ഇവർ വരാതെ തടയേണ്ടത് ഇവരൊരു ദയനീയ പരാജയമായി മാറിയില്ലേ? ശരിക്കും അങ്ങനെ പാടുണ്ടോ? വോട്ടർ ലിസ്റ്റിൽ അങ്ങനെ ആളുകൾ വരാൻ പാടുണ്ടോ? ഇനി അവർ വോട്ട് ചെയ്യാതെങ്കിലും ഇരിക്കാനുള്ള ജാഗ്രതയെങ്കിലും കാണിച്ചാൽ അത്രയും നല്ലത്. ഞങ്ങൾക്ക് എന്തായാലും ഇരട്ട വോട്ട് കൊണ്ടല്ല, ഒറ്റ വോട്ട് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഷാഫി വളരെ വ്യക്തമായി UDF-ന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇന്നലെ പോലും ഈ പരസ്യ വിവാദമൊക്കെ വന്നു, പത്രത്തിലെ പരസ്യവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ. ഈ വിവാദങ്ങൾ ഒഴിയാതെ ഓരോ ദിനവും വോട്ടെടുപ്പ് ദിനത്തിന് മണിക്കൂറുകൾ മുമ്പ് പോലും ഇത്തരം വിവാദങ്ങൾ നിൽക്കുകയാണ്. അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം പോലും അവർ നടത്തിയ ശ്രമം എന്തിനു വേണ്ടിയായിരുന്നു? ഈ നാടിനെ ഒരുമിപ്പിക്കാനുള്ള ശ്രമമായിരുന്നില്ല, ഭിന്നിപ്പിക്കാനുള്ള ശ്രമം. അതിൻ്റെ ഗുണം ആർക്കുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു? അവർക്ക് പോലുമല്ല, BJPക്ക് ഗുണമുണ്ടാക്കാനുള്ള ശ്രമം. അതിന് അവരുടെ പ്രവർത്തകർ പോലും അംഗീകരിക്കില്ല. ഷാഫി വളരെ കൃത്യമായി ചോദ്യങ്ങൾ പോലും ഉന്നയിക്കുന്നു. എന്തുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നുള്ളത് ചോദിക്കുന്നു. ഈ ഘട്ടത്തിലും രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. 3 മുന്നണികളും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇരട്ട വോട്ട് വിഷയത്തിൽ ഷാഫി ഇപ്പോൾ അതിൻ്റെ പ്രതികരണം നടത്തുകയുണ്ടായി. ഇത് മുമ്പ് തടയേണ്ടിയിരുന്നു എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയം, ഇന്നലെ പോലും പത്രത്തിലെ പരസ്യവുമായി PSRന്റെ പരസ്യവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അത് വലിയ തോതിൽ ഉയർന്നിരുന്നു. ആ വിവാദത്തെ കൂടി ഇപ്പോൾ അത് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറിലും രാഷ്ട്രീയം തന്നെ പറഞ്ഞുകൊണ്ടാണ് 3 മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളത് ശ്രദ്ധേയം. നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ കടന്നു പോയപ്പോഴും ഓരോ തവണയും അല്ലെങ്കിൽ ഓരോ ദിനവും മാറി മറിഞ്ഞിരുന്ന ചില രാഷ്ട്രീയ കോളിളക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിലും എന്തെങ്കിലും തരത്തിലുള്ള അത്തരത്തിൽ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും കാരണം ഈ ഒരു അവസാന ദിവസം അവസാന മണിക്കൂറിലും എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സസ്പെൻസ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ആകാംക്ഷ നിലനിൽക്കുന്നത്. അങ്ങനെ പാലക്കാട് വിധി എഴുതുകയാണ്. 184 പോളിംഗ് ബൂത്തുകളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് മലയാളത്തിന്റെ സംഘം
തത്സമയം ഈ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞങ്ങൾ സജ്ജമാണ്. രാവിലെ മുതൽ തന്നെ എല്ലാ വാർത്തകളും, സംഭവിക്കുന്ന എല്ലാ ഡെവലപ്മെന്റുകളും, ഓരോ ബൂത്തുകളിൽ നിന്നുള്ള കാഴ്ചകളും ഒക്കെ വളരെ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ന്യൂസ് മലയാളം സംഘം. 7 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ ഇരട്ട വോട്ടുകാരെ അനുവദിക്കില്ല എന്ന് LDF പറയുന്നു. എന്നാൽ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരെയും പോൾ ചെയ്യാൻ അനുവദിക്കുമെന്ന് UDF പറയുന്നുണ്ട്. ഇത് മാത്രമാണ് ഒരു ആശങ്കയായി പാലക്കാട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം, ഒരു സംഘർഷ സാധ്യത എന്നൊക്കെ പറയുന്നത് ഈ ഒരു വിഷയത്തിൽ മാത്രമാണ്. അല്ലാതെ നോക്കുമ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പ് നല്ല സുഗമമായി തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രചാരണ കാലയളവിൽ കണ്ട അതേ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഓരോരുത്തരും അവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തുന്നത്. രാവിലെ 1.25 മണിക്കൂർ പിന്നിടുമ്പോഴുള്ള പോളിംഗ് പെർസെൻറ്റേജും അത് തന്നെയാണ് കാണിക്കുന്നതും. 6.87% ഇതുവരെയുള്ള പാലക്കാട്ടെ പോളിംഗ് പെർസെൻറ്റേജ്.